രാത്രി 10 മണിക്ക് നിന്നെ എനിക്കൊന്ന് കാണണം. കാശില്ലെങ്കിൽ എന്തിനാ വെറുതെ ഈ കാർ മേടിക്കാൻ പോയത്? നിന്റെ കടമൊക്കെ ഞാൻ എങ്ങനെയും വീട്ടിക്കോളാം. ഇപ്പൊ നീ ഒരു കാര്യം ചെയ്യ്, ദാ ഈ കാശൊന്ന് പിടിക്കേ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, ഇതൊന്ന് പിടിക്ക്, പറയുന്നത് കേൾക്ക്. ഇതെങ്കിലും കൈ വെക്ക് പ്ലീസ്, പറയുന്നത് കേൾക്ക്. നീ നിന്റെ കാർ കൊണ്ട് പുഴുങ്ങി തിന്ന്. എടാ പൊക്കമില്ലാത്തവനെ, നിനക്കുണ്ടാവാൻ പോകുന്ന പിള്ളേരും കുരുടിച്ച് പോവുള്ളൂ. ഇനി നിനക്ക് എന്റെ 5 പൈസ കിട്ടില്ല. നീ ഒന്ന് പോടാ അവിടെ നിന്ന്. എടാ, നീ എന്റെ ലോക്കർ തുറന്നായിരുന്നു. ആ ജാക്കി അവിടെ പോയി കിടക്കുക, അവൻ ഇതുവരെ കണ്ടില്ലല്ലോ. നമുക്കൊരു പണി വന്നിട്ടുണ്ട്. ആ പണി ചെയ്യണോ വേണ്ടേ എന്ന് ആലോചിക്കുകയാണ് ഞാൻ. ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ഇവൻ ഈ പുതിയ പാന്റും കോട്ടിട്ടുണ്ട് എങ്ങോട്ടാ പോയത്? ഈ ഡ്രസ് എല്ലാം അഴുക്കാക്കിയില്ലേ? ജാക്കി, നീ എന്റെ ലോക്കർ തുറന്നു. ഇത് എന്റെ തുണിയല്ലേ, ഇത് ചീത്തയായ നിനക്കെന്താ കുഴപ്പം? നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, എന്റെ കാര്യം നോക്കാൻ വരണ്ട. എന്തിനാ എന്നെ വിളിപ്പിച്ചേ? കാര്യം എന്താന്ന് പറ. ഒരു പണി വന്നിട്ടുണ്ട്, പക്ഷേ അതിലൊരു കുഴപ്പം. എന്താ കാര്യം എന്ന് പറ, ഞാൻ ചെയ്തു തരാൻ നോക്കാന്ന്. പക്ഷേ ഇതൊരു പ്രത്യേക ജോലിയാണ്. ഈ ജോലി നമ്മൾ ചെയ്താൽ 20 കോടി രൂപ കിട്ടും. 20? എന്താ 20 കോടിയോ? സത്യമാണോ പറയുന്നത്? അതേന്ന് 20 കോടി രൂപ കിട്ടും ഈ ജോലി ചെയ്താലേ. അതേന്ന് ചെയ്യാം. വാ, 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 ഞാനും വരാം. നമ്മൾ ആലോചിച്ചോണ്ടിരിക്കുന്ന വണ്ടി എടുക്ക്. വിട്ടോ, വിട്ടോ, വണ്ടി വിട്, വണ്ടി വിട്. വേഗം ആവട്ടെ. ഒന്ന് വേഗം പോ. ശരി. 20 കോടി രൂപ നമുക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റില്ല. അത് ഞാൻ ഇറങ്ങാം. നിങ്ങൾ എന്തിനു വേണ്ടി ഞങ്ങളുടെ കൂടെ വന്നത്? ജോലി ചെയ്യുന്നെങ്കിൽ ഞാനേ ചെയ്യത്തുള്ളൂ. അല്ല ആശാനെ, ഇതുവരെ ജോലി എന്താന്ന് പറഞ്ഞില്ലല്ലോ. ഇപ്പം മനസ്സിലാവും ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. നിങ്ങളൊരു കാര്യം ചെയ്യാം, ആ കഥ ഒന്ന് തുറന്നു വയ്ക്കും. ആ റെഡി. എന്താ എന്ത് പറ്റി? ഒന്നുമില്ല, ഈ ലോക്കറിനകത്ത് സ്വർണ്ണം വന്ന് ഞാൻ ഓർത്ത്. പക്ഷെ പൈസ അല്ലാതെ വേറെ ഒന്നുമില്ല. അതാ കണ്ടില്ലേ? നീ എന്താ നീ പറഞ്ഞു? ഒന്നും മിണ്ടാതെ. ഗുരു എവിടെ? അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും ലോക്കർ കിട്ടി കാണുമോ?